അവസാന കാലത്തിന്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ ഉള്ളത് നന്ദീശ. ദുരന്തങ്ങൾ ഏതു സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. ഗുരുക്കളെ, എന്തൊക്കെ പറയുന്നത്? മഹാകണ്ടകത്തിന് അധിക നാളിനി ഇല്ലെന്ന് തായി ജ്വാലമാലിനി ആജ്ഞാപിച്ചിരിക്കുന്നു. അമ്മയുടെ വാക്ക് തെറ്റിച്ചാൽ മരണം ഉറപ്പാണ്. നാഗമാണിക്യം അപഹരിച്ച് നാഗരാജാവിന്റെ മരണത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും കാരണമായവർ ഏത് നിമിഷം വേണമെങ്കിലും രക്തം വാർന്ന് മരണമടഞ്ഞേക്കാം. നാഗറാണി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാഗമാണിക്യത്തിന് വേണ്ടി മാത്രമല്ല വന്നിരിക്കുന്നത്, പകയൊന്നൊന്നായി വീട്ടാൻ വേണ്ടി കൂടിയ. അവൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്താം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ആക്രമിക്കാം. നമ്മുടെ കഴുത്ത് ഞെരിച്ച് പ്രാണൻ അപഹരിച്ചേക്കാം. ഗുരുക്കളെ, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ? അതിന് പരിഹാരമായി ദിഗ്വിജയൻ എവിടെയാണെന്ന് കണ്ടെത്തണം. അവൻ തിരികെ വന്നെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം സാധ്യമാകൂ. അതിന് മുതലാളി ഇപ്പൊ എവിടെയാന്ന് അറിയില്ലല്ലോ ഗുരുക്കളെ. അറിഞ്ഞേ പറ്റൂ. അവൻ എവിടെയെന്ന് കണ്ടെത്തിയേ പറ്റൂ. ദിഗ്വിജയൻ പെട്ടെന്ന് അപ്രത്യക്ഷനായതിനു പിന്നിൽ എന്തോ ഭയാനക രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. മഹാമേരു പൂജയുടെ അന്ന് നാഗങ്ങൾ ശുക്രാചാര്യരെ അപമാനിച്ചതുകൊണ്ട് മാത്രമാണ് ശുക്രാചാര്യർ നാഗങ്ങൾക്ക് ശാപം നൽകിയത്. അതുകൊണ്ട് തന്നെ മഹാമേരു പൂജയുടെ ദിനത്തിൽ നാഗങ്ങൾക്കോ നാഗമാണിക്യത്തിനോ യാതൊരു ശക്തിയും ഉണ്ടാകില്ല. അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിഗ്വിജയനെ കണ്ടെത്താനും സാധിക്കും. അതൊക്കെ ശരിയാ ഗുരുക്കളെ. എന്തായാലും നമുക്ക് നാഗമാണിക്യം കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെ സാധ്യമാവുക? തീർച്ചയായും സാധിക്കും. ജ്വാലമാലിനിയുടെ ആശീർവാദത്താൽ എനിക്ക് അഗാധ ശക്തികൾ ലഭിച്ചിരിക്കുന്നു. ആ ശക്തികൾ ഉപയോഗിച്ച് ഞാൻ നാഗമാണിക്യം കൈക്കലാക്കി അതിനുശേഷം ഗുരുക്കളെ, എന്താണങ്ങ് പറയാൻ വന്നത്? പറയാനായി 1000 കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനു പറ്റിയ സമയം ഇതല്ല. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഉത്തരം അറിയും നീ. പൂജയ്ക്ക് വേണ്ടി ചില വസ്തുക്കൾ ആവശ്യമാണ് എനിക്ക്. കൊണ്ടുവന്ന് തരാം ഗുരുക്കളെ. ഈ ഗുരുക്കള് എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? കണ്ടുപിടിക്കണം. താങ്ക്സ്. എന്തിന്? എന്റെ വിശ്വാസം നിലനിർത്തിയതിന്. വിശ്വാസത്തിന്റെ മറ്റൊരു പേരാണ് ശൈലി. അത് പുതിയ കാര്യമൊന്നുമല്ല. അതവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ വീട്ടിൽ നിന്ന് പോയപ്പോ ഇവിടെയുള്ള എല്ലാവരും നീ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാ പറഞ്ഞത്. എന്നാ നീ എന്നെ ചതിക്കില്ല, നീ എന്തായാലും തിരിച്ചു വന്നിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും വേറെ ആരോ വന്നിരിക്കുന്നു, അവള് ശിവാനിയല്ല, അവൾ ഈ വീട്ടിലുള്ള എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നേ. ഞാനതൊന്നും വിശ്വസിച്ചില്ല. എടാ പൊട്ടാ, നിന്റെ വീട്ടുകാര് പറഞ്ഞത് തന്നെയാണ് സത്യം. ബിരിയാണി കഴിക്കാനുള്ള ചാൻസ് ഉള്ളപ്പോഴേ ഒരു ലെഗ് പീസ് എടുത്തിട്ട് ഓടിപ്പോകുന്ന ടൈപ്പ് അല്ല ഞാൻ. ഞാൻ വന്നേക്കുന്നതേ ചില്ലറ പൈസക്കല്ല, ഈ ആസ്തി എല്ലാം അടിച്ചു മാറ്റാനാ. എന്തുപറ്റി? എന്താന്നും മിണ്ടാത്തത്? അതെന്താന്ന് വെച്ചാലേ എനിക്കിങ്ങനെ ഈ പുകഴ്ത്തുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. ആരെങ്കിലും അങ്ങനെ പുകഴ്ത്തുമ്പോഴേ ഞാൻ മിണ്ടാതങ്ങി ഇരിക്കേ ഉള്ളൂ. എന്തൊക്കെയായാലും നീ തിരിച്ചു വന്നല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. അയ്യോ, ഇത്രയും സ്വത്തൊക്കെ കളഞ്ഞിട്ട് ആരെങ്കിലും പോവോ? നിന്റെ ഒരു കാര്യം ഗുരു. എന്താ ആസ്തിയോ? എനിക്ക് മനസ്സിലായില്ല. സ്വത്ത് സ്വത്തെന്നോ? ഇവിടെയുള്ള ഓരോ ബന്ധങ്ങളും സ്വത്ത് തന്നെയല്ലേ? വലിയ വീടും ഒരുപാട് ബന്ധുക്കളും. ഓ, എന്തൊരു നല്ല ഫാമിലിയാ. ഇവരെയൊക്കെ വിട്ടു പോകാൻ വേണ്ടി മനസ്സ് സമ്മതിക്കുന്നില്ലെന്നേ. നിനക്കെന്റെ ഈ ഫാമിലിയൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ ഇഷ്ടമായോ? സീറോ. ഇവിടെയുള്ള എല്ലാരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരെന്നെ വിട്ടാലും ഞാൻ അവരെ വിടാൻ പോകുന്നില്ല. എന്നാലും എനിക്കൊരു ഡൗട്ട്. എന്താ? അതെ, ആകാശ് ഇങ്ങനെ ഡബിൾ ആയത് അതിന് നീ തന്നെയല്ലേ പൂജ ചെയ്ത്? കറക്റ്റ് ആണല്ലോ, ഞാൻ പൂജ ചെയ്തായിരുന്നു. എന്നാലും വിശ്വാസമില്ലാതെ പൂജ ചെയ്താ അതിന് ഫലം കിട്ടുമെന്ന് വിചാരിച്ചതേ ഇല്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, പക്ഷെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറൊരു പൂജയാണ്, ഇവിടെ നടന്നത് വേറൊന്നാണ്.
സീറോ, നീ ടെൻഷൻ ആവണ്ട. ഞാൻ ഇങ്ങോട്ട് പോകാൻ പോകുന്നില്ല. എനിക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളെ ഒരുപാടുണ്ട്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചോട്ടെ. മൊത്തത്തില് നിങ്ങളുടെ ആസ്തി എത്രയാ? എന്തിനാ? ജനറൽ നോളജിന് വേണ്ടിയാ. അതെനിക്കറിയില്ല. എന്തായാലും കോടിക്കണക്കിനുണ്ടാവും. നീ വീട്ടിലുള്ളത് തന്നെ വേസ്റ്റ് ആണ് മോനെ. അല്ല, നിന്റെ സ്വത്ത് എത്രയാണെന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? ശരി, വീട്ടേക്ക്. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. ഓക്കെ, ബൈ, ടാറ്റാ. ആ ശിവാനി പോയി ഇനി ഒരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ കല്യാണം നടക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോ അവള് വീണ്ടും വന്നല്ലോ ദാക്ഷായണി. അവൾ വന്നതും പോട്ടെ, വെറുതെയല്ല വന്നത്. ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മാറ്റിയാണ് വന്നത്. കാലിയായിട്ടിരുന്ന ആ ലോക്കർ പെട്ടെന്നൊരു നിമിഷം നിറഞ്ഞു. അതെങ്ങനെയാണ്? അവൾ യക്ഷവിദ്യ പഠിച്ച യക്ഷിയാണോ, അതോ മായവിദ്യ പഠിച്ച മായാങ്കനെയോ? ഇനി മന്ത്രശക്തി അറിയാവുന്ന നാഗറാണിയാണോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ദാക്ഷായണി. ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട കൃഷ്ണേ. അവള് നാഗറാണിയായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഒരുപക്ഷെ അവള് നാഗറാണിയായിരുന്നെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ദൃഷ്ടിയിൽ അത് കാണുമായിരുന്നല്ലോ. മാനവ ദാനവ ഗന്ധർവ കിന്നര കിം പുരുഷൻ ആരായിരുന്നെങ്കിലും നമ്മുടെ വിദ്യ കൊണ്ട് മനസ്സിലാകുമായിരുന്നു. നമുക്ക് നമ്മുടെ ശക്തിയെ പറ്റി അറിയാം ദാക്ഷായണി. എന്നാൽ എതിരിൽ നിൽക്കുന്ന അവള് നമ്മുടെ ശക്തിയെ പറ്റി അറിഞ്ഞുകൊണ്ട് ഒളിച്ചു കളിക്കുകയാണെങ്കിലോ? ഇവിടെ ആ സാധ്യതയുമുണ്ടല്ലോ. പണം ഇരട്ടിയാക്കുന്ന കല ഈ പ്രപഞ്ചത്തിൽ ആർക്കുമില്ല. ഇവൾക്കത് എങ്ങനെയാണ് സാധ്യമായത്? അവൾക്ക് ദൈവശക്തി ഉണ്ടെന്നാണോ അതിനർത്ഥം? ഉണ്ട്. അവൾക്ക് ദൈവശക്തിയും ആശീർവാദവുമുണ്ട്. നമ്മൾ ദുഷ്ടശക്തിയുടെ ആരാധകരാണ്, അസുരശക്തിയുടെ ആരാധകരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അവളുടെ ശക്തി മനസ്സിലാകാത്തത് ദാക്ഷായണി. ഞാൻ 100% പറയുകയാണ് ദാക്ഷായണി, അവൾ നാഗറാണിയാണ്. ശിവാനി എന്ന നാഗറാണി. അവൾ എന്തോ കാരണത്താൽ വന്നിരിക്കുന്ന നാഗറാണിയാണോ, അതോ തന്റെ ലക്ഷ്യം സാധിക്കാനായി ഇവിടേക്ക് വന്ന നാഗറാണിയാണോ? കണ്ടുപിടിക്കണം. എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കണം. എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്ന കല്യാണം നടത്താൻ? നീ തമാശക്ക് പറഞ്ഞല്ലോ. വീണ, ഇത് തമാശയല്ല. ഗരുഡ ലോകത്തുള്ളവർക്ക് ഞാൻ എവിടാന്നറിയാം. എന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള എന്റെ പോക്ക് തടയാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഗരുഡ ഗണത്തിലുള്ള ഞാൻ മനുഷ്യഗണത്തിലുള്ള നിന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് സമയം ലഭിക്കുള്ളൂ. പിന്നീട് എന്തെങ്കിലും ഗരുഡ ലോകത്തുള്ളവർ നമ്മളെ അംഗീകരിക്കും എന്ന് കരുതി കല്യാണം ഒന്നും പെട്ടെന്ന് നടത്താൻ പറ്റില്ല. അച്ഛൻ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. മാത്രമല്ല, അച്ഛനില്ലാതെ വീട്ടിൽ ഒരു ശുഭകാര്യം നടത്തില്ല. നിന്റെ അച്ഛനില്ലാത്തപ്പോഴല്ലേ തൃശ്ശൂലിനെ 2ാമത് വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത്? ഇപ്പോഴും പ്രയത്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നമ്മൾ വൈകുന്തോറും നമ്മൾ അകന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ അജിത്. ഇന്ന് തന്നെ ഏട്ടനോട് ചെന്ന് ഞാൻ നമ്മുടെ കാര്യം സംസാരിക്കാം. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. നീ പറഞ്ഞ നിന്റെ ഏട്ടൻ സമ്മതിക്കുവോ? സമ്മതിക്കും. ഇനി ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ? ഒരുപക്ഷെ എന്നെ വിവാഹം കഴിക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ എന്നെ വിട്ടുകളയോ വീണ? ഇനി മേലാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഞാൻ വീട്ടുകാരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല. വീണ,
നമ്മുടെ വീടിന്റെ മാനം മര്യാദ നീ തെരുവി കളയാണോ? എന്തിനാണ് സാർ അവളെ അടിക്കുന്നേ? അവൾ എന്റെ ഫ്രണ്ട് മാത്രമാണ്. ഏയ്, നീ അവളുടെ ഫ്രണ്ടാണെങ്കിലേ അവളെനിക്ക് എന്റെ മകളാ. നോക്ക്, ഇതെന്റെ വീട്ടുകാരിയാ. നീ തടസ്സം നിന്നാലുണ്ടല്ലോ കീറിക്കളയും ഞാൻ. നടക്കടി. വീണേ, എന്തു പറ്റി മോളെ? എന്തു നിന്നെ കരയുന്നേ? ഇയാളെന്നെ അടിച്ചു അമ്മ. എന്താ ചെറിയച്ഛൻ നിന്നെ അടിച്ചെന്നോ? ഇയാൾ എന്റെ അച്ഛനല്ലല്ലോ. എന്നെ അടിക്കാൻ ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? അടിച്ചോ? എന്തിന്? അടിച്ചതിന് കാരണമുണ്ട്. കാരണങ്ങൾ 1000 ഉണ്ടാവും. പക്ഷെ അത് ഞങ്ങളോട് പറയണമായിരുന്നു. അല്ലാതെ ഇങ്ങനെ പെൺകുട്ടികളെ അടിക്കുകയല്ല വേണ്ടത്. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. അവളെ അടിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. തെറ്റ് ചെയ്തത് മകളാണെങ്കിൽ ഒരച്ഛൻ അവളെ ശിക്ഷിക്കുകയും ചെയ്യാം. അത് തന്നെ ഞാനും ചെയ്തത്. എന്നാലും ചെറിയച്ഛനാണെങ്കിലും അച്ഛന്റെ സ്ഥാനം തന്നെയല്ലേ? എന്ത് തന്നെയായാലും എന്റെ മകളെ ആര് വേദനിപ്പിച്ചാലും അതെനിക്ക് വേദനിക്കും. കാരണം എന്താണെന്ന് മനസ്സിലാക്കിയ നിങ്ങളും ചിലപ്പോൾ അടിക്കും. അതിനു മാത്രം എന്ത് മഹാപരാധം അവള് ചെയ്തത്? പ്രേമിക്കായിരുന്നു. നാടും വീടും അറിയാത്ത ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കായിരുന്നു. തെരുവിൽ അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു അവള്. അതെന്താ തെറ്റല്ലേ? പ്രേമം തെറ്റാണെന്ന് പറഞ്ഞാലേ ഈ ലോകത്തുള്ള എല്ലാവരും തെറ്റുകാരായിരിക്കുമല്ലോ. എന്റെ വാക്കുകളെ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ മതി. നോക്ക്, ഈ വിഷയത്തെപ്പറ്റി ഇനിയൊരു ചർച്ച ഇവിടെ വേണ്ട. ഞാൻ തൃശ്ശൂരിനോട് സംസാരിച്ചോളാം. അവക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമുണ്ട്. ഇവള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വീണേ, വാ മോളെ. Oh, love. True love. ഒരു നിമിഷം കൊണ്ട് ഏതോ ഒരു നല്ല പ്രണയകഥ സിനിമ കണ്ടതുപോലൊരു തോന്നല്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കി സിനിമ മനസ്സിൽ നിറഞ്ഞതുപോലെയായി. ഏതോ ഒരു ഹിറ്റ് സിനിമയിലെ നായകനും നായികയും കൺമുന്നിൽ വന്നതുപോലെയായി. വീണേ, വാ ഇവിടെ. നിന്റത്
വൺ വേ ലവ് ആണോ ടൂ വേ ലവ് ആണോ? ശരിക്കും നീ അവനെ പ്രേമിക്കുന്നുണ്ടല്ലേ? ആ ട്രൂ ലവ് എന്ന് പറഞ്ഞ ഇതാണ്. രണ്ട് കണ്ണിലും കണ്ണീര് വരുന്നത് കണ്ടില്ലേ? അതാണ് ട്രൂ ലവ്. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ സപ്പോർട്ട് നിനക്കുണ്ടാവും. അതായത് പ്രേമിച്ച് കല്യാണം കഴിഞ്ഞവർക്ക് ഈ ശിവാനിയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. എന്താ ഏട്ടനൊന്നും പറയാത്തെ? എത്രയും വേഗം ഞങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ് അജിത്ത് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നാ പറഞ്ഞത്. പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ ഫോറിനിലേക്കാണോ? തൃശൂൽ എന്തെങ്കിലും ഒന്ന് പറയാനേ. നോക്കുമോളെ, നീ പ്രേമിക്കുന്ന ഒന്നും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാ ഇപ്പോ അച്ഛനോട് വീട്ടിലില്ല. ഈ സമയത്ത് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ പതറിപ്പോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് നന്നായി ആലോചിച്ച് ഈ കാര്യത്തിൽ സമാധാനമായിട്ടൊരു തീരുമാനം എടുക്കാം. അതുവരെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് വെറുതെ തിരക്ക് പിടിക്കണ്ട നീ. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞങ്ങളുടെ കയ്യിൽ അത്ര സമയമില്ല ഏട്ടാ. അവൻ അടുത്ത് തന്നെ ഫോറിനിലേക്ക് പോവും. അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അവനെ ഒരിക്കലും കിട്ടില്ല. പ്ലീസ് ഏട്ടാ, എന്തെങ്കിലും ചെയ്യേ പ്ലീസ്. ഏട്ടന് ശരിക്കും അറിയാലോ യഥാർത്ഥ സ്നേഹം എന്താണെന്നുള്ളത്. പ്ലീസ് എന്തെങ്കിലും പറഞ്ഞ് വീട്ടുകാരെ ഒന്ന് സമ്മതിപ്പിക്കേ. ശരി ശരി. ഏട്ടാ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാനും എന്നെ സഹായിക്കാനും ഏട്ടന് മാത്രമേ കഴിയൂ. ഇനി ഞങ്ങളെ പിരിക്കാനായി ഈ ലോകത്ത് തന്നെ ആരെക്കൊണ്ടും സാധിക്കില്ല. ഏട്ടാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഏട്ടാ പ്ലീസ് ഏട്ടാ, വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തിത്താ ഏട്ടാ പ്ലീസ്. ഏട്ടാ പ്ലീസ്. വീണ, ഞാൻ നോക്കാം മോളെ. ആദ്യം നീ കരച്ചിലൊന്നും നിർത്ത്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇല്ല, ആലോചിക്കാനൊന്നുമില്ല. കല്യാണം നടത്തി തരണം. ഏട്ടന് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടത്തെ എങ്കിലും ഒന്ന് പറ പ്ലീസ്. ഏട്ടത്തെ പ്ലീസ്. എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ദിഗ്വിജയ? ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ സൃഷ്ടിക്കും. ആ തെറ്റ് പിന്നെ വീണ്ടും മറ്റൊരു തെറ്റിലേക്ക് ചെന്ന് ചേരും. അങ്ങനെ പുതിയ പുതിയ തെറ്റുകളെ സൃഷ്ടിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് ഒരു തെറ്റേ അല്ല എന്ന് സമർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ എന്റെ ജീവിതത്തിലും അതാ ഉണ്ടായിരിക്കുന്നേ. എന്റെ മുഖം ആർക്കും മനസ്സിലാകരുത് എന്ന് കരുതി ഞാൻ ധനഞ്ജയന്റെ രൂപത്തിലേക്ക് മാറി. എന്നാലിപ്പോ അതാണ് എനിക്ക് പ്രശ്നമായി തീർന്നിരിക്കുന്നത്. എനിക്കിനി ഈ രൂപം ആവശ്യമില്ല. ധനഞ്ജയന്റെ ജീവിതവും ആവശ്യമില്ല. എനിക്ക് ആ പഴയ ദിഗ്വിജയൻ തന്നെ ആയാ മതി. വേണമെന്ന് പറയുമ്പോൾ ധരിക്കാനും വേണ്ടെന്ന് പറയുമ്പോൾ അഴിച്ചിടാനും ഇത് മുഖം മൂടിയല്ല ദിഗ്വിജയ. ഇതിന് മാത്രം എന്താ ഉണ്ടായത്? ഇനി എന്താ ഉണ്ടാവേണ്ടത്? ഈ വീട്ടിൽ ആർക്കും എന്റെ വാക്കിന് വിലയില്ല. എന്നെ ആരും കണക്കിൽപ്പെടുത്തിയിട്ട് പോലുമില്ല. ഞാനും ഈ വീട്ടിലൊരു അംഗം തന്നെയല്ലേ. വീണയുടെ അച്ഛനും കൂടിയാ ഞാൻ. എന്റെ മകളെ ശിക്ഷിക്കാനുള്ള അവകാശമില്ല എനിക്ക്. ഊരും പേരും അറിയാത്ത ഒരുത്തന്റെ പിന്നാലെ നടന്ന് എന്റെ മോളിപ്പോ പ്രേമനാടകത്തിൽ പെട്ടിരിക്കുക. അവൾക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നുമില്ല. അവനെ കണ്ടപ്പോ അവിടെ വെച്ച് കൊന്നുകളയാനാ തോന്നിയത്. ഈ വിഷയം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ അവർക്കിതൊന്നൊരു വിഷയമേ അല്ല. കാരണം എന്താന്ന് വെച്ചാ ഈ വിഷയം പറഞ്ഞത് ധനഞ്ജയനായതുകൊണ്ട് അതിന് വലിയ വിലയില്ലാതായിപ്പോയി. ഒരു പക്ഷേ ഇത് പറഞ്ഞത് ഈ വീട്ടിലെ ദിഗ്വിജയനായിരുന്നുവെങ്കിൽ
അതൊരു ആജ്ഞയായേനെ. എനിക്കെന്റെ രൂപം തിരിച്ചു വേണം.